അപ്പം ഞാനും കാക്കയൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാന്നുള്ള ലെവലിലാട്ടോ പോയത്. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഓലപ്പുരാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത്. പിന്നെ KPMക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ KPM പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടോ. അവിടെ പോയി കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മളെ സാധനം എത്തിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കാക്ക ആ റൊട്ടി ഉണ്ടോ, അതിന് കാക്ക എനിക്ക് എന്തോ പേര് പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ ചിക്കൻ പൊള്ളിച്ചതും ഫിഷ് പൊള്ളിച്ചതും ഉണ്ടോ വാങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പോൾ രണ്ടും കൂടെ ഞങ്ങൾ കഴിക്കൂലേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചിക്കൻ ചില്ലി ആണ് ഓർഡർ ചെയ്ത്. നല്ല ചൂടുണ്ട് കേട്ടോ, അതാണ് കൈ ഇങ്ങനെ വലിച്ചത്. ഇപ്പം എൻ്റെ വീട്ടിലാകുമ്പോഴും ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ നൈറ്റ് ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. ബൈപ്പാസ്ക്ക് പെരിന്തൽമണ്ണക്ക് പോകും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അടുത്ത കൂടെ തന്നെ ഉണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റ്. അവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ വീട്ടിലേക്ക് പറഞ്ഞാലും അവർ കൊടുന്നേരും ചെയ്യും കേട്ടോ. അവിടെ അടുത്ത കൂടെയൊക്കെ ഉണ്ട്. KPMക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്ക് ഓർമ്മയില്ല വന്നതായിട്ട്. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് കുറേ കേട്ടോ, ഒരു 1.5 വർഷമൊക്കെ ആയി ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട്. ഞാനൊരു ദിവസം കോഴിക്കോട് പോയപ്പോൾ അവിടുന്ന് കഴിച്ചപ്പോൾ എനിക്ക് തീരെ ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്യില്ല. നമ്മൾ എയർപോർട്ട് പോയപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് ഏതൊരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് അന്ന് പോരിന് വഴിയിൽ നിന്ന് കേട്ടോ. പക്ഷെ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനങ്ങനെ ഓർഡർ ചെയ്യില്ല. എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ സംഭവം ഫ്രൈഡ് റൈസ്. ഞാൻ ആദ്യമായിട്ട് തന്നെ ഇത് കഴിക്കണത് എൻ്റെ മേമ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ നാവിൽ എന്നും ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നത്. ഇപ്പം ഞാനും കാക്കയും കുറച്ചായിട്ടോ ഇങ്ങോട്ട് വന്ന് ഫുഡ് കഴിക്കാൻ പുറത്ത് പോയിട്ട്. നാളെ ഞങ്ങൾ പോയപ്പോൾ നൂൽപ്പൊറാട്ട ഞാൻ കഴിച്ചിരുന്നില്ല കേട്ടോ. അപ്പം നൂൽപ്പൊറാട്ടയും പിന്നെ അൽഫാമൊക്കെ കേട്ടോ അന്ന് ഞങ്ങൾ കഴിച്ചത്. പിന്നെ മുമ്പ് വന്നപ്പോൾ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി എന്നോട് കട്ടിയപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവൾ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടിയപ്പത്തിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വരും വഴി കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. പിന്നെ എനിക്ക് പേഴ്സണലായിട്ടൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്, എൻ്റെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ കാക്കാന്ന് വിളിക്കണ്ടാന്ന്, കാക്കാനെ കാക്കു എന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ. കാക്കാന്ന് വിളിക്കുമ്പോൾ എന്തോ പോലെ തോന്നണമെന്ന്. എനിക്കതിൻ്റെ കാക്കാൻ്റെ കൂടപ്പുറപ്പുകൾ, എൻ്റെ കാക്കാൻ്റെ താഴെയുള്ള ആളുകളൊക്കെ കാക്കാന്ന് വിളിച്ചപ്പോൾ ഞാനും അങ്ങനെ ശീലിച്ചതാട്ടോ. ഇനി പെട്ടെന്ന് തന്നെ എനിക്ക് അത് മാറ്റാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നാഴികക്ക് 40 വട്ടം കാക്കാന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് എങ്ങനെ ഞാനത് മാറ്റി എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ചിക്കൻ പൊള്ളിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്.